കൺഫ്യൂഷൻ തീർക്കണമേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായിട്ട് ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ തന്തയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കാലഘട്ടത്തിൽ ഒരു കൊച്ചിൻ്റെ തന്തയെ കണ്ടുപിടിക്കാൻ DNA ടെസ്റ്റ് നടത്തിയാൽ പോരെന്ന്. പക്ഷെ അതല്ല പ്രശ്നം. അത് ഒരു തന്തയെ മാത്രമല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. തന്തമാരുടെ ബഹളമാണ്. ഞാനാണ് തന്തയെന്നും പറഞ്ഞ് ഓരോരുത്തരും മത്സരിച്ച് നിൽക്കുകയാണ്. ആദ്യം ഈ കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത് എത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. അവിടെ നിൽക്കേ, അഭിമാനമൊക്കെ കയ്യിൽ ഇരിക്കട്ടെ. ആദ്യം കൊച്ചിൻ്റെ അപ്പനാരെന്ന് പറ. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. ഈശ്വര, ചതിച്ച്. UDFന്റെ കുഞ്ഞ്? UDFിൽ ആരുടെ കുഞ്ഞ്? ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. ഉമ്മൻചാണ്ടി സാറോ? ഭഗവാനെ, ഇതെന്തോന്ന്? വെള്ളരിക്ക പട്ടണോ? പോകാം, വെള്ളരിക്ക പട്ടണം. അല്ല സതീശൻ സാറേ, ഈ കൊച്ചിനെ കണ്ട ആരെപ്പോലെ ഇരിക്കും? അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കൊച്ചിൻ്റെ അപ്പൻ CPM ആണെന്നാണ് അവർ പറയുന്നത്. അപ്പം അതെല്ലാം ക്രെഡിറ്റ് എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമുക്ക് ഒരു വ്യക്തത വേണമല്ലോ. പണ്ട് ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ കുഞ്ഞ് ഗർഭസ്ഥ അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മുടെ ദേശാഭിമാനി അന്ന് ഒരു കാര്യം എഴുതി കേട്ടോ. കടൽ കൊള്ള അതന്ന് എഴുതി. അന്നത്തെ അവസരത്തിൽ എഴുതിപ്പോയതാണ്, നമുക്ക് ക്ഷമിക്കാം. പക്ഷേ കണ്ടവൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ഇപ്പോൾ പുതിയൊരു എഴുത്തെഴുതി. അതാണ് വിശേഷം. VS തുടങ്ങി പിണറായി യാഥാർത്ഥ്യമാക്കി. പിന്നിൽ ഇടതു സർക്കാരുകളുടെ ഇച്ഛാശക്തി. ഇതൊന്നുമല്ല വിശേഷം. ഈ കൊച്ചിൻ്റെ അപ്പൻ ആ കപ്പൽ കൊണ്ടുവന്ന കപ്പിത്താനാണെന്നും പറഞ്ഞൊരു ബിരുദൻ FBയിൽ ഒരു പോസ്റ്റ് വിട്ടു. ഇത് കണ്ടിട്ടാവണം അന്തം കമ്മീസ് ഫെഡറേഷനും വിട്ടില്ല. അവരും തുടങ്ങി ഫേസ്ബുക്കിലും വാട്സാപ്പിലും. ഇതാ കണ്ടോളൂ, സ്വപ്നം തീരത്തണഞ്ഞു. അങ്ങനെ കേരളം തൊലിക്കട്ടിയിലും നമ്പർ 1. ഇതൊക്കെ ആണെങ്കിലും ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അഴിമുഖത്ത് അലഞ്ഞു വന്നൊരന്യനെ പോലെ, തന്തയില്ലാതൊഴുകി വന്ന അനാഥനെ പോലെ. തന്തയാര്, എൻ്റെ തന്തയാര്, എൻ്റെ ജന്മം സ്വന്തമാക്കും തന്തയാര്. പുതിയ തന്തമാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.